ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിസ്തുമസൊക്കെ വരല്ലേ, നമുക്ക് വെറൈറ്റി ആയിട്ട് 2 വൈൻ ഇട്ടാലോ. അപ്പോൾ വൈൻ ഇടുന്ന വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പ്ലം വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. പ്ലം വെച്ചിട്ടാണ്. ഇത് ചൈനയുടെ പ്ലമ്മാണ്. ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നല്ലേ പ്ലം. സാധാരണ പ്ലം കിട്ടുമ്പോൾ അതിട്ടാലും മതി. ഇനി പഞ്ചസാര, പട്ട, ഏലക്കായ, ഗ്രാമ്പു, ഈസ്റ്റ്, വെള്ളം, ഇത്രയേ വേണ്ടോ. ഇനി നമുക്ക് ഈ പ്ലം കുരു കളഞ്ഞൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വൈനിടുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഊറ്റണ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഊറ്റണത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ വൈനിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഇട്ടല്ലേ ക്രിസ്മസ് ആകുമ്പോഴേക്കും കിട്ടുള്ളൂ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുപ്പിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലം കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും അതിനുശേഷം വീണ്ടും ലെയറായിട്ട് പ്ലമ്മും അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും, ഒരു 3-4 ഗ്രാമ്പും, 2-3 ഏലക്കായും, 2-3 കഷ്ണം പട്ടയും ചേർത്ത് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് പിന്നെ പഞ്ചസാര ചേർത്ത് അതിൻ്റെ ഉള്ള ടേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഞാനൊരു സ്പെഷ്യൽ സംഭവം ഇടുന്നുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കാട്ടിത്തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വൈനിടുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. വൈൻ ഊറ്റണ വീഡിയോ അടക്കം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇടാൻ ഇപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പഞ്ചസാര അലീന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 15 ദിവസം നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇപ്പം ഞാൻ 1/2 കിലോ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മധുരം നിങ്ങൾക്ക് നന്നായിട്ട് മധുരമുള്ള വൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുമ്പോൾ മധുരം നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. 15 ദിവസം ഇളക്കുക. 21 ദിവസം ആകുമ്പോൾ നമ്മളിത് ഊറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് ഒരു വറ്റൽമുളകാണ്. അത് അതിൻ്റെ ഞെട്ടിയൊന്നും കളയാണ്ട് പൊട്ടാത്തൊരു വറ്റൽമുളക് അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് അധികം വെളിച്ചൊന്നും കാണാത്ത ഭാഗത്ത് ഇപ്പോൾ ഇതിൽ ഷെൽഫിലൊക്കെ ആയിട്ട് അത് മാറ്റി വയ്ക്കുക. പതിനഞ്ച് ദിവസം ഇത് ഇളക്കി കൊടുക്കണം. ഇനി തൊട്ടടുത്ത ദിവസം ഞാൻ ഇളക്കണ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അത് മൂടി വയ്ക്കുക. അത് ദിവസം ഒരു 15 ദിവസം അത് ചെയ്യാം. 15 ദിവസം കഴിയുമ്പോൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട. പിന്നെ 21 ദിവസം ആകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി അടുത്ത് പറഞ്ഞൊരു സ്പെഷ്യൽ വൈനാണ്. കാന്താരി മുളക് വെച്ചിട്ടാണ്. കാന്താരി വൈനാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മുളക് തന്നെയാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇതേമാതിരി കുപ്പിയിലേക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 250 ഗ്രാം മുളകാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 കിലോ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കിലോ വരെ ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പട്ട, ഒരു ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ 1 ലിറ്റർ വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇത്തിരി കൂടി വീര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സൂചി ഗോതമ്പ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ട് കൊടുക്കണില്ല. ഞാൻ സ്വതവേ ഒറ്റ വൈനിലും സൂചി ഗോതമ്പ് ഇടാറില്ല. അല്ലാണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതുമാതിരി ഒരുപാട് വെള്ളം ഞാൻ ചേർക്കാറില്ല. ഇപ്പോൾ മുന്തിരി വൈനിലാണെങ്കിൽ വെള്ളം ചേർക്കാൻ എനിക്കിഷ്ടമില്ല. കാരണം അതിൻ്റെ ഉള്ള ഒരു മുന്തിരിയുടെ ഇത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ വെള്ളം ചേർത്ത് അതിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. 21 ദിവസം കഴിഞ്ഞാൽ തന്നെയാണ് ഇതും ഊറ്റിയെടുക്കണത്. 21 ദിവസം 15 ദിവസം ഡെയിലി ഇളക്കി കൊടുക്കുക. 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ വൈൻ ഊറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ 21 ദിവസം കഴിയുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേമാതിരിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വീട്ടിലിപ്പോൾ മുളകൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ക്രിസ്മസ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ വേണ്ട. പിറ്റേ ദിവസം ഞാൻ അത് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 15 ദിവസം അത് ഇളക്കി കൊടുക്കുക. 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.